വലിയ താരമൂല്യമുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന കുറെ ആളുകളെ ഇറക്കി എന്ത് വന്നാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കണമെന്ന കടുത്ത വാശിയോടുകൂടിയാണ് ഇപ്പോൾ 67 പേരുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. അതിനകത്ത് നിലവിലുള്ള അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ചില കൗൺസിലർമാർ വീണ്ടും മത്സരിക്കുന്നു. ജില്ലാ പ്രസിഡന്റായിരുന്ന ശ്രീ ബി രാജേഷ്, അങ്ങനെയുള്ള ആളുകളൊക്കെ മത്സരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നീട് പുതിയതായി വളരെ കൗതുകമുണ്ടാക്കുന്ന 1-2 സ്ഥാനാർത്ഥികളാണ് വനിതാ വിഭാഗത്തിൽ ഇറങ്ങിയിരിക്കുന്ന ശ്രീലേഖ IPS മുൻ DGPയും അതുപോലെ അർജുന അവാർഡ് ജേതാവായിരുന്ന ശ്രീമതി പത്മിനി തോമസും തുടങ്ങിയ ആളുകൾ. ഇവരുടെയൊക്കെ ഒരു താരമൂല്യം ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കാമെന്നുള്ള പ്രതീക്ഷയാണ്. അവർക്കൊന്നും രാഷ്ട്രീയമായി യാതൊരു പാരമ്പര്യം ഇല്ലാത്ത ആളുകളാണ്. ആദ്യമായിട്ടാണ് ശ്രീമതി ശ്രീലേഖ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. DGP ആയിരുന്ന കാലത്തൊക്കെ അവർ പൊതുവെ ഒരു എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന രീതിയിലുള്ള ഒരു മുഖമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ പോലും തന്നെ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ വല്ലതുമൊക്കെ രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇറങ്ങിയതാകാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെയും നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. അല്ലെങ്കിൽ ഈ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭരണരംഗത്തുള്ള കേന്ദ്രത്തിലെ ഭരണരംഗത്തുള്ള BJPയിലൊക്കെ ചേരുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ ചിലപ്പോൾ സംശയിക്കേണ്ടതായി വരും. അതിരിക്കട്ടെ, അവർക്ക് അവരുടെ മൗലിക അവകാശമാണ്, മൗലിക സ്വാതന്ത്ര്യമാണ്. ശ്രീമതി പത്മിനി തോമസിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അവർ കോൺഗ്രസിന്റെ മുൻനിരയിലൊക്കെ നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ച ഒരു വനിതയാണ്. ഈ അടുത്ത സമയം വരെയും അവർ കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വനിതാ കോൺഗ്രസിന്റെയും ഏത് പരിപാടി വന്നാലും അവർ മുൻനിരയിൽ വന്ന് ജാഥയിൽ പങ്കെടുക്കുകയും പണിമുടക്കിലും അല്ല പൊതു സമരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ചും ഈ ഒരു ചുവടുമാറ്റം എന്തൊക്കെയോ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് ഒക്കെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈകിയ വേളയിൽ അവർ വരികയും അവർക്ക് പാളയത്ത് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ BJP എല്ലാ തന്ത്രങ്ങളും എല്ലാ അടവുകളും പ്രയോഗിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ശാസ്ത്രമംഗലത്ത് നിന്ന് ഈ IPS ഉദ്യോഗസ്ഥയെ നിർത്തുമ്പോൾ അവരുടെ ആ ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രാധാന്യമൊക്കെ കരുതി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് കാണേണ്ട ഒരു സംഗതി കൂടെ നമ്മൾ ഇപ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ 67 സ്ഥാനാർത്ഥികളെ അവർ നിർണയിച്ച് ലിസ്റ്റ് പുറപ്പെട്ടു വിട്ടിട്ട് പോലും ആഭ്യന്തരമായി NDAയിൽ കടുത്ത കലഹം ആരംഭിച്ചിരിക്കുന്നു. BDJSന് യാതൊരു അവരുടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ NDAയിലെ കേരളത്തിലെ രണ്ടാം കക്ഷിയാണല്ലോ BDJS. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ നയിക്കുന്ന ആ ഒരു പാർട്ടിയാണല്ലോ BDJS. അപ്പോൾ അവരുടെ പാർട്ടിയിൽപ്പെട്ടവരെ ഒന്നും പരിഗണിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവരിതാ ഇപ്പോൾ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നു. അവർ സ്വന്തം നിലയിൽ മത്സരിക്കാൻ പോവുകയാണ്. 20 സ്ഥാനാർത്ഥികളുടെ പട്ടിക അവർ തയ്യാറാക്കി കഴിഞ്ഞു. 20 അവർ മത്സരിക്കുമെന്ന് ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അപ്പോൾ NDAയുടെ ആഭ്യന്തര പ്രശ്നം വളരെ ഗുരുതരമാണ്. അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം അതിൽ നിന്ന് നാം കാണേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ഈ BJP കുറെ താരമൂല്യമുള്ള ആളുകളെ ഇറക്കിയത് കൊണ്ട് പൊതുജനങ്ങളെല്ലാം വോട്ട് ചെയ്ത് അവരെ അവരുടെ മൂല്യം നോക്കി അധികാരത്തിലെത്തിക്കും, കൗൺസിലർമാരായി തെരഞ്ഞെടുക്കുമെന്നൊക്കെയുള്ള കണക്ക് കൂട്ടൽ അത്ര ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പാർട്ടിക്ക് ഉള്ളിൽ തന്നെയും ഉണ്ട് ചില അപശബ്ദങ്ങളുണ്ട്. അതൊക്കെ ക്രമേണ പുറത്തു വരും. കാരണം ഇനിയും ധാരാളം സ്ഥാനാർത്ഥികളുടെ പട്ടിക വരാനുണ്ട്. 67 101 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ വെറും 67 പേർ മാത്രമേ വന്നിട്ടുള്ളൂ. രണ്ടാം പട്ടികയും മൂന്നാം പട്ടികയും ഒക്കെ ഇനി വരാനിരിക്കുന്നു. അപ്പോൾ പാർട്ടിക്ക് അകത്ത് തന്നെ അപശബ്ദങ്ങളുണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി കാണാനുള്ളത്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് മറുകണ്ഠം ചാടിയ ഒരളവിൽ പറഞ്ഞാൽ മുൻനിരയിൽ തന്നെ നിന്നിരുന്ന തിരുവനന്തപുരത്ത് പ്രാദേശിക നേതാക്കൾ എന്നറിയപ്പെടുന്ന ശ്രീ K മഹേശ്വരൻ നായർ, തമ്പാനൂർ സതീഷ്, ഇവർ കോൺഗ്രസിൽ ദീർഘകാലം പ്രവർത്തിച്ചവരാണ്. പ്രാദേശികമായി അവർ മുന്നണിയിൽ നിന്നതാണ്. മഹേശ്വരൻ നായരൊക്കെ ദീർഘകാലം കോൺഗ്രസിന്റെ കോർപ്പറേഷനിലെ പാർട്ടി നേതാവായിട്ട് പോലും പ്രവർത്തിച്ച ഒരു പഴയ മുൻകാല കോൺഗ്രസ് പ്രവർത്തകനാണ്. അതുപോലെ തമ്പാനൂർ സതീഷും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അവരും ഇപ്പോൾ കുറച്ചു നാളായി മറുകണ്ഠം ചാടി BJPയിൽ ചേർന്നു. അവരെയും BJP ഇപ്പോൾ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ 67 പേരുടെ പട്ടികയ്ക്കകത്ത് കുറെ വലിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള താരമൂല്യമുള്ള ആളുകളെ ഇറക്കിയാൽ പോലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ഈ താരമൂല്യത്തിനൊന്നുമല്ല വലിയ പ്രാധാന്യം. രാഷ്ട്രീയ പാരമ്പര്യം, അകത്തെ പ്രവർത്തിച്ച് പൊതുസമൂഹവുമായി എത്ര ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ വരെ കാര്യങ്ങളൊക്കെ നന്നായി വിലയിരുത്തുന്നവരാണ്. പ്രത്യേകിച്ചും സാക്ഷരതയിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന
പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കേന്ദ്രം എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കടുത്ത ഒരു മത്സരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ത്രികോണ മത്സരം തന്നെ ആയിരിക്കും. 2ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന BJP 1ാം സ്ഥാനത്ത് വരാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ UDF-ലും നന്നായിട്ട് അവരെ പ്രവർത്തിക്കാൻ ഒരുക്കങ്ങളൊക്കെ വളരെ നേരത്തെ ആരംഭിച്ചു. അവർക്കും നല്ല താരമൂല്യമുള്ള യുവ നേതാക്കന്മാരെയൊക്കെ അവർ ഇറക്കിക്കഴിഞ്ഞു. അതുകൊണ്ട് എന്തായാലും കടുത്ത ഒരു മത്സരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാകാൻ പോകുന്നത് എന്നത് തന്നെ ശരിയാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഈ സ്ഥാനാർത്ഥിയുടെ ഒരു വലിയ പ്രശസ്തി കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ ഒക്കെ അവർ തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത് അത്ര ബുദ്ധിക്ക് ചേർന്നതല്ല. അതേപോലെ തന്നെയാണ് നമുക്കറിയാം, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ താരമൂല്യമുള്ള അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളെയൊക്കെ തന്നെ അത് നമ്മൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കണ്ടതാണ്, അതേപോലെ കൊണ്ടുവന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണക്കാരോടുള്ള ഒരു പെരുമാറ്റം ഒക്കെ തന്നെ കണ്ടതാണ്. ഏതായാലും BJP ആ ഒരു കാര്യം അതൊരു പാഠമായിട്ട് തന്നെ ഇരിക്കുന്നത് വളരെ അത്യാവശ്യം തന്നെയായിരിക്കും. പൊതുജനത്തിന് അടക്കം തന്നെ ഒരു പരാതി പറയാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സാധാരണക്കാരൊക്കെ ചെല്ലുമ്പോൾ അവരെ ആട്ടി വിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ല, അതൊക്കെ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം ഏക അഭിപ്രായമാണ്. അത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇതൊരു തരത്തിൽ രാജാക്കന്മാരെ പോലെ പെരുമാറുന്ന നേതാക്കന്മാരെയൊക്കെ നമ്മുടെ പൊതുസമൂഹം എങ്ങനെയാണ് മുൻകാലങ്ങളിൽ അവരെ തള്ളിക്കളഞ്ഞിട്ടുള്ളതെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന, എപ്പോഴും ജനങ്ങളോടൊപ്പം അല്ലെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന, അത് സ്ത്രീകളാകട്ടെ അല്ലെ പുരുഷന്മാരാകട്ടെ, ആവശ്യങ്ങളിൽ ഓടിയെത്തുകയും മണ്ഡലത്തിൽ എപ്പോഴും ഓടി നടന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ജനമനസ്സിലൊരു സ്ഥാനം ഉണ്ടായിരിക്കും. അതല്ലാതെ മറ്റു കാരണങ്ങളാലൊക്കെ പറഞ്ഞ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വലിയ ഓട്ടക്കാരിയായിരുന്നു, ചാട്ടക്കാരിയായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ സാധാരണ ആളുകളുടെ പ്രശ്നങ്ങളിൽ അവർ എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് തീർച്ചയായും പൊതുസമൂഹം വിലയിരുത്തുകയും അതിനനുസരിച്ച് തന്നെ വോട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ താരമൂല്യമൊക്കെ നമുക്ക് കുറച്ച് വാർത്താമൂല്യം അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം കിട്ടാനായിട്ട് സഹായിക്കുമെന്നല്ലാതെ വോട്ടിന്റെ കാര്യത്തിൽ അതൊക്കെ ഒരു വലിയ അനുകൂല ഘടകമായി തീരുമെന്ന് കരുതാൻ നമ്മുടെ രാഷ്ട്രീയ ബോധം നമ്മെ അനുവദിക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.